വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇക്കോ ടൂറിസം ജീവനക്കാരൻ പോളിൻ്റെ നാടായ പാക്കത്ത് ആനപ്പേടി വിട്ടുമാറാത്തൊരു 16 വയസ്സുകാരനുണ്ട്. അയാളുടെ പേര് ശരത്ത് എന്നാണ്. 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ആനയ്ക്ക് മുന്നിൽ പെട്ടുപോയത്. ശരത്തിനെ കഷ്ടിച്ചെന്ന് ജീവൻ തിരിച്ചു കിട്ടിയതാണ്. പക്ഷേ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വഴിയില്ലാതെ വലയുകയാണ് നായ്ക്ക് വിഭാഗത്തിലുള്ള ഈ കുടുംബം. പാക്കത്ത് പോൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലത്തിൻ്റെ അതേ അടുത്തുള്ള കാരേരി കാട്ടുനായ്ക്ക ഊരിലാണ് ഞാനുള്ളത്. ഇവിടെ ശരത്ത് എന്ന 16-കാരനെ കാട്ടാന ആക്രമിച്ച് അധിക ദിവസമായിട്ടില്ല. കഴിഞ്ഞ ജനുവരി മാസം 28-ാം തീയതിയാണ് വീട്ടിലേക്ക് വരുന്ന വഴി കാട്ടാന ശരത്തിനെ ചവിട്ടിയത്. ഇടുപ്പല്ല് തകർന്ന നിലയിൽ ഇപ്പോഴും ചികിത്സ തേടുകയാണ് ശരത്ത്. അടുത്തുള്ള വീട്ടിലേക്ക് പോയിട്ട് വന്നിട്ടുണ്ടായപ്പോൾ തോട്ടത്തിൽ ഞാനുണ്ടായി കണ്ടില്ല. അപ്പോൾ അത് വന്ന് തട്ടിയിട്ട് ഇപ്പോൾ ഇവിടേക്ക് പൊട്ടി. പിന്നൊന്ന് പോതലായിരുന്നു. പിന്നെ അങ്ങനെ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നൊന്നറിയില്ല. ശരത്തിനെ ഞങ്ങൾ കാണാനെത്തുമ്പോൾ തൊട്ടടുത്തുള്ള പാക്കത്തെ കാട്ടാനയാക്രമണത്തിൻ്റെ മരണവാർത്തയുടെ ഞെട്ടലിലായിരുന്നു ഇവർ. കഴിഞ്ഞ മാസം 28-നാണ് ശരത്തിനെ കാട്ടാന തുമ്പി കൈക്കൊണ്ട് എടുത്തെറിഞ്ഞത്. തുടർന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സ. കാലുകൾ അനക്കാനാവില്ല. തകർന്നത് ഇടുപ്പെല്ലാണ്. ഇപ്പോഴുമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ. ആകെ 10,000 കിട്ടിയത്. ഞങ്ങൾക്ക് ഇനി ഇവരച്ഛനും അമ്മയും പിന്നെ പണിയെടുത്തിട്ട് വേണം ഈ കൊച്ചിനെ എല്ലാം ശരിയാ പാമ്പോയ്സൊക്കെ വാങ്ങുകയാണെങ്കിൽ അവരച്ഛനും അമ്മയും. ഇപ്പം അച്ഛനും അമ്മയും പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ഈ കുട്ടീനെ ഇവിടെ എത്തിയിട്ട് എങ്ങനെയാണ് അവർ പണിക്ക് പോകുന്നത്? അതാണ്. കാട്ടാനയാക്രമണത്തിൽ ഈ വിധം ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ സർക്കാർ സഹായമായി ലഭിച്ചത് 12,000 രൂപയെന്ന വീട്ടുകാർ. തുടർ ചികിത്സയ്ക്കും മറ്റും ഈ തുക കൊണ്ട് എങ്ങനെ സാധ്യമാകും? ഭക്ഷണം കഴിക്കുമ്പോൾ വൊമിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന, യൂറിൻ പോകുമ്പോൾ വല്ലാണ്ട് പെയിനുണ്ട്. അപ്പോൾ ഇപ്പോഴും ഈ കുട്ടീനെ ഈ അവസ്ഥയിൽ ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നത് വലിയ വിഷമമുള്ള ഒരു സംഭവമാണ്. എന്തായാലും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവർക്ക് ഒരു സാമ്പത്തിക സഹായം കൊടുക്കുന്നതിലുപരി ആരോഗ്യപരമായിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഗവൺമെൻറ് ഒരുക്കേണ്ടത്. അച്ഛനും അമ്മയ്ക്കും കൂലിപ്പണിയാണ്. ശരത്തിനിപ്പോൾ എപ്പോഴും ഒരാൾ കൂട്ടുവേണം. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാകില്ല. തുടർ ചികിത്സയ്ക്ക് പണം വേണം. കാട്ടാനയാക്രമണത്തിൻ്റെ ഇരയാണ്. പ്രാക്തന ഗോത്രവിഭാഗത്തിൽ ഉൾപ്പെട്ട കുട്ടിയാണ്. സർക്കാരിൻ്റെ ഇടപെടൽ വേണം. കരുതലുണ്ടാകണം. 24 വയനാട്. വളരെ സങ്കടകരമായൊരു സാഹചര്യമാണ് ഈ കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ഈ കുട്ടിക്ക് ഉള്ളത്. എന്തായാലും വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഈ കാര്യം കൊണ്ടുവരും. എന്തൊക്കെയാണ് സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് എന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ചോദിക്കാം.